ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ബൈനസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഏരൂക്കര മുപ്പത്തടം റോഡിൻ്റെ ശോചനീയ അവസ്ഥ ഉടനെ പരിഹരിക്കോ? പദ്ധതിയെ നടപ്പാക്കുന്നതിൽ ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തതിന് ജനങ്ങളെ വഞ്ചിച്ചതാര്? സ്ഥലം MLAയോ പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ? ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന റാലിയിലേക്കാണ് നമ്മൾ ഇന്നവിടെ ചെല്ലാൻ പോകുന്നത്. ഏകദേശം ഒരു വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട്. പല സമയത്തും പല അവസ്ഥയിലും ഓരോ ആക്സിഡൻറ്റും കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട്. ദിനം പ്രതി റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. സ്കൂളുകളിലും മദ്രസയിലും ഹോസ്പിറ്റലിലും മറ്റിടങ്ങളിലും പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഈ റോഡിനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ നിന്നും ആരംഭിക്കുകയാണ്. അധികാരികളുടെ കണ്ണുകിടക്കാൻ, ജനങ്ങളുടെ ദുരിതത്തിൽ അറുതി വരുത്താൻ ഏലൂക്കര മുപ്പത്തരം റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യമുണ്ട്. പിടിക്കാൻ പിള്ളേരുടെ കയ്യില് എന്തിനാന്നുള്ളതും എങ്ങനെ അല്ലാതെ എന്താണ് കൂടണം, എന്താണ് തീരുമാനിക്കുന്നത്? പരിപാടി നല്ല പരിപാടിയായിട്ട് മുമ്പോട്ട് പോട്ടെ. മതില ഈ പ്രതിഷേധത്തിനെ പറ്റി പ്രതിഷേധം നല്ലതാണ്, നല്ല കാര്യം. പ്രതിഷേധം നല്ല കാര്യമാണ്. നമ്മുടെ റോഡ് നന്നാവണം. റോഡ് വർഷങ്ങളായിട്ട് കേടായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ജലമിഷൻ്റെ പരിപാടി വന്നപ്പോൾ തല്ലി പൊളിച്ചും വെള്ളക്കെട്ടും വിഷയവും ബസ് അപകടങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പോട്ടെ എന്നുള്ള ഇതിൽ നല്ലതായിട്ട്. നമ്മുടെ ബഹുമാനികളെ, ഈ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ മുപ്പത്തടം ഏലൂക്കര റോഡ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ താറുമാറായി കിടക്കുന്ന സാഹചര്യമാണ്. ജലമിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ വൃത്തികേടായി കിടക്കുന്ന സാഹചര്യം. ഒരു ചെറിയ മുച്ചക്ര വാഹനത്തിലുൾപ്പെടെ സാധാരണക്കാർക്ക് നടക്കുന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഏലൂക്കര മുപ്പത്തടം റോഡ് ഏതാനും ഒരു വർഷമായി ജലനിധി പൈപ്പിന് വേണ്ടി കുഴിച്ചിട്ടുണ്ട്. ഇതുവരെ ഇത് സഞ്ചാരയോഗ്യമാക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് നടത്തി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതുവരെ ആയിട്ടില്ല. ഇടയ്ക്ക് ഇതിനെ GSB ഇട്ട് സഞ്ചാരയോഗ്യമാക്കാമെന്ന് ജല അതോറിറ്റി അധികൃതർ പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനമുണ്ടാവുകയോ എന്ന് നന്നാക്കുമെന്നുള്ള യാതൊരു ഉറപ്പും ഇതുവരെ ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏലൂക്കര മുപ്പത്തടം ജനകീയ കൂട്ടായ്മ വാട്ടർ അതോറിറ്റി ഉപരോധിക്കുവാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് മനുഷ്യന് ഉപയോഗിക്കാവുന്ന രീതിയിൽ GSB ഇട്ട് ടാറിംഗ് നടത്തി മഴയ്ക്ക് മുമ്പ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് അധികാരികളോട് ഉണർത്തുന്നു. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഏലൂക്കര മുപ്പത്തടം റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ യാത്രാക്ലേശം ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ, ഉദ്യോഗസ്ഥ മേധാവിസ്ഥരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കാൻ ഏലൂക്കര മുപ്പത്തടം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഐതിഹാസികമായ പമ്പേഴ്സ് മാർച്ചും ഉപരോധവുമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ പ്രവർത്തകരും, പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി നേതൃത്വം പറയുന്നത് പോലെ അനുസരിച്ച് എല്ലാവരും അച്ചടക്കത്തോടുകൂടി നിന്ന് ഈ റോഡിന്റെ പണി നമുക്കെല്ലാവർക്കും ഒരു വൈകാരിക വിഷയമാണെങ്കിൽ തന്നെ വളരെ വിവേകത്തോടും ആത്മാർത്ഥതയോടും കൂടി പക്വതയോടും കൂടി നമ്മൾ ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട്
നമുക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി യാഥാർത്ഥ്യമാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വം ലഭിക്കാൻ പോവുകയാണ്. നമ്മുടെ റോഡിന് വേണ്ടി ഈ റോഡിന്റെ പണി യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഏലൂക്കര മുപ്പത്തിരം നിവാസികൾ സംഘടിപ്പിക്കുന്ന വരെ നമ്മൾ ഈ സമരരംഗത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പണി നമുക്കെല്ലാവർക്കും ഒരു വൈകാരിക. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഭീകരരുടെ ക്രൂരമായ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട നമ്മളോട് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗം കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥ മേധാവിത്വത്തോടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏലൂക്കര 30 വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഏലൂക്കര 30 റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഏലൂക്കര 30 പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഏലൂക്കര 30 റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗത്തിന്റെ കണ്ടുപിടിപ്പിക്കാൻ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ പമ്പ് ഹൗസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഏലൂക്കര 30 ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുക ജനകീയ മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഏലൂക്കരയുടെ ഗ്രാമവീഥികളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. ധരിപ്പണമായി കിടക്കുന്ന അടിയന്തരമായി ഐതിഹാസികമായ ജനകീയ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ജനകീയ കൂട്ടായ്മ സിന്ദാബാദ്, ജനകീയ കൂട്ടായ്മ സിന്ദാബാദ്, ജനകീയ മാർച്ച് സിന്ദാബാദ്, മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുക. നിവാസികൾ അണിനിരക്കുന്ന ഐതിഹാസികമായ പമ്പ് ഹൗസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഏലൂക്കരയുടെ ഗ്രാമവീഥികളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഏലൂക്കര 30 റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗത്തിന്റെ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഐതിഹാസികവും ജനകീയ മാർച്ച് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ സഞ്ചരിക്കാൻ അനുവദിക്കൂ.
പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരി വർഗത്തിന് താക്കീത് നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥ മേധാവിസ്ഥരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സുഖരോധവും ഏതാനും നിമിഷങ്ങൾക്കകം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഗ്രാമവീഥികളെ നിവാസികൾ അണിനിരക്കുന്ന ഐതിഹാസികമായ ജനകീയ മാർച്ചും പമ്പ് ഹൗസ് ഉപരോധവും ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ, കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. അടിയന്തരമായി ഏലൂക്കര മുപ്പത്തിരം റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏലൂക്കര മുപ്പത്തിരം നിവാസികൾ അണിനിരക്കുന്ന ഐതിഹാസികമായ പമ്പ് ഹൗസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ, കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ഒരു വർഷക്കാലത്തിലേറെയായി തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഏലൂക്കര മുപ്പത്തിരം റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന ഐതിഹാസികമായ പമ്പ് ഹൗസ് മാർച്ചും ഉപരോധവും ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്, കടന്നു വരികയാണ്. ഒരു വർഷക്കാലത്തിലേറെയായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ദുരിതത്തിലാണ് അധികാരികൾ അവസാനിപ്പിക്കാൻ എന്ത് വില കൊടുത്തും ഞങ്ങളുടെ കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും. വർഷം വന്ന് കഴിഞ്ഞിട്ടും അധികാരികൾ വെട്ടിക്കീറിയ റോഡ് പുനർനിർമ്മിക്കാൻ കഴിവില്ലാത്ത അധികാരികളെ രാജിവെച്ച് പുറത്തു പോകുക. പ്രിയമുള്ളവരെ, നാട്ടുകാർ മുഴുവൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലത്തിലേറെയായി ഈ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു വർഷക്കാലത്തിലേറെയായി മഴ പെയ്യുമ്പോൾ ഇതിന്റെ വെയിൽ തെളിഞ്ഞാൽ പൊടിശല്യം കാരണം ഈ റോഡിനും റോഡിന്റെ പരിസരത്തുള്ളവർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ദുരിതം കാരണം ഇത്രയും കാലം നാം കാത്തിരുന്നു. നമുക്ക് പൂർണ്ണ ബോധ്യമായി ഈ അധികാരിവർഗ സമൂഹത്തെ കൊണ്ട് ഈ നാടിന് ഉപകാരമുള്ള ഒരു കാര്യവും നടക്കില്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യം വന്നപ്പോ നമ്മൾ സംഘടിക്കും, ഞങ്ങൾ ഈ കാര്യങ്ങൾ നേടിയെടുക്കും എന്ന വാശിയോടുകൂടി ഈ ജനസമൂഹം ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമൂഹം ജനുവരി മാസം 14-ാം തീയതി ഇപ്രകാരം ഈ വിഷയങ്ങൾ അധികാരികളെ നമ്മൾ ഓർമ്മപ്പെടുത്തിയപ്പോ
ജനുവരി 14 പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബഹുമാനപ്പെട്ട പിനാനിപുരം പോലീസ് മുൻകൈയെടുത്തുകൊണ്ട് ജലജീവൻ മിഷന്റെ എയും വാട്ടർ അതോറിറ്റി എയും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കൂടുകയും നമ്മൾ പങ്കെടുക്കുകയും ആ യോഗത്തിൽ വെച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന് അവിടെ തീരുമാനമെടുത്ത് എല്ലാവരും ഒപ്പിട്ട് പിരിഞ്ഞതല്ലാതെ ഒരു നടപടിയും ഈ കാലത്തിന് ശേഷം എടുത്തതായി അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും മോഹന വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമല്ലാതെ കാര്യത്തിന് നടപ്പുണ്ടാകുന്ന ഒരു വിഷയവും ഇവരാരും ചെയ്യുന്നില്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യം വന്നപ്പോഴാണ് നമ്മളിങ്ങനെ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സമരം കേവലം ഒരു സൂചനാ സമരം മാത്രമാണ്. ഇനിയും ഈ പ്രവർത്തികൾ നീട്ടിക്കൊണ്ടുപോയി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഈ അധികാരി വർഗ സമൂഹം ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് തയ്യാറാകുന്നത് എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സമരത്തിന്റെ വേലിയേറ്റമുണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഈ സമര പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഈ വാർഡിന്റെ പ്രിയങ്കരനായ മെമ്പർ ശ്രീ MK ബാബുവാണ്. ബാബുവിനെ ഈ സമരത്തിന്റെ അധ്യക്ഷനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ അറുളായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ ജനങ്ങളെ, നമ്മൾ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നമ്മളുടെ നാടിൻ്റെ നന്മയുടെ ഭാഗമായി ഈ റോഡ് നശിച്ചു കിടന്നത് നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ 5 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം കൊണ്ടുപോകുവാനുള്ള ഒരു പദ്ധതി എന്ന പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന അവസ്ഥയിലാണ് വർഷങ്ങളായി ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് കൂടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ സർക്കാരിന് കൊടുക്കേണ്ടതായ എല്ലാ നികുതികളും കൊടുത്ത് അതിൻ്റെ റെക്കോർഡ് ഹാജരാക്കിയാൽ മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുപോലെ സർക്കാരിന് കൊടുക്കേണ്ട തൊഴിൽ നികുതി, വസ്തുക്കരം, കെട്ടിട നികുതി, ബിൽഡിംഗ് ടാക്സ് തുടങ്ങി എല്ലാ നികുതികളും കാലാകാലങ്ങൾ അടച്ചില്ലെങ്കിൽ അതിന് പിഴയും നിയമ നടപടിയും നമ്മൾ നേരിടേണ്ടതുണ്ട്. എന്നാൽ ജനങ്ങളുടെ ആവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാൻ ആവശ്യപ്പെട്ടാൽ വർഷങ്ങളോളം ഈ പേര് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ജനുവരി 14 തീയതി കൂടിയ യോഗത്തിൽ എത്രയും വേഗം ഈ റോഡ് നന്നാക്കി തരാമെന്നും കാലതാമസം വരുന്നതിന് മുൻപായിട്ട് റോഡ് മെറ്റലിട്ട് നികത്തി ലെവൽ ചെയ്തു തരാമെന്നും അന്ന് റെക്കോർഡ് മുഖേന അധികാരികൾ നമ്മളോട് സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണിച്ച ഒരു ഉത്തരവ് ഇവിടെ പ്രചരിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് 2024 ഓഗസ്റ്റ് 16 തീയതി അവസാനിക്കേണ്ട ഈ പദ്ധതി 2025 മാർച്ച് 31 വരെ നടപ്പാക്കുന്നതിന് വേണ്ടി സമയം നീട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. ആ 2025 മാർച്ച് 31 കഴിഞ്ഞിട്ടും ഇപ്പോൾ 1 മാസത്തോളമായി ഒരു നടപടിയും ഇന്നേ വരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് വേണ്ടി ഉണ്ടായിട്ടില്ല. ഇന്നലെ നമ്മളുടെ സംസ്ഥാന മന്ത്രിസഭ കൂടിയ തീരുമാനത്തിന്റെ വിവരവും നമ്മളുടെ മുമ്പിൽ ഇന്ന് അറിയിക്കുകയുണ്ടായി. മിഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ തീരുമാനവും കേരള സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊതുരംഗത്തിറങ്ങുക, പ്രതിഷേധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിൽ കരണീയമായിട്ടുള്ളത്. ഈ യോഗം ആരംഭിക്കുന്നതിന് മുൻപായി കഴിഞ്ഞ ദിവസം കാശ്മീരിലുണ്ടായ ദുഃഖ സംഭവങ്ങളെ തുടർന്ന് ജീവൻ പൊലിഞ്ഞവർക്കും ഭീകരവാദികൾക്കെതിരെ പൊരുതുന്ന ഇന്ത്യൻ പട്ടാളത്തിനും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമാചരിക്കാം. ജനങ്ങളെ, എൻ്റെ ഉത്തരവാദിത്വം ഈ യോഗത്തിന്, ഈ സമ്മേളനത്തിന്, ഈ പ്രതിഷേധ സമ്മേളനത്തിന്, ഈ ഉപരോധ സമരത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിലുള്ളവരാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ മെമ്പർ, ഈ നാട്ടിലെ സർവമായ ജനങ്ങളും 6ാം വാർഡ് മെമ്പർ ശ്രീകുമാർ,
ശ്രീരാജ്, നമ്മുടെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ്, മണ്ഡലം പ്രസിഡന്റ് നന്മദാസ്, നാസർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അഡ്വക്കേറ്റ് CPI അഡ്വക്കേറ്റ് ടി ഇസ്മായിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതാക്കന്മാരും, അതുകൂടാതെ മുസ്ലിം ലീഗിന്റെയും മറ്റു നേതാക്കന്മാരും, അതുകൂടാതെ ഈ നാട്ടിലെ ബഹുജനങ്ങളും ഈ വഴിയോരത്ത് താമസിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുണ്ട്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രസിഡന്റിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വെയിൽ കൊണ്ട് നടന്ന് തളർന്ന് ക്ഷീണിച്ച് വേറത്തെ വലിച്ചാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അധികം ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ പറയുന്നില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് ഈ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അതിനായി കടങ്ങല്ലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് മുട്ടത്തിലവരുടെ ക്ഷണിച്ചു. ഈ പ്രതിഷേധ സമരത്തിൻ്റെ അധ്യക്ഷൻ, ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ബാബു, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കളെ, കടുങ്ങല്ലൂർ പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ ഏലൂക്കര പമ്പ ഹൗസ് വരെയുള്ള റോഡ് എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇന്നിങ്ങനെ ഒരു പ്രതിഷേധ സമരവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 2020 ചുമതല ഏറ്റെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ തുടക്കകാലത്ത് ഒന്നാം ഘട്ടമായിട്ട് 1900 കുടുംബങ്ങളിലേക്ക് കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി നടന്നു വരികയായിരുന്നു. രണ്ടാം ഘട്ടമായിട്ട് 9300 വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ ഇല്ലാത്ത റോഡുകളിലും നടപ്പാതകളിലും എല്ലാം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതിയും അതോടൊപ്പം തന്നെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പദ്ധതിയുമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ 19 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 19 കോടി രൂപയും രണ്ടാം ഘട്ടത്തിൽ 72 കോടി രൂപയുമാണ് ഈ പദ്ധതിക്ക് വേണ്ടി കടുങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് അനുവദിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായിട്ടാണ് ഈ പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് യോഗത്തില് കേരള ജല അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അടക്കം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ വരികയും ഈ പദ്ധതിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുകയും പഞ്ചായത്ത് കമ്മിറ്റി കൂടി താല്പര്യമെടുത്തുകൊണ്ട് ഓരോ വാർഡുകളിലെയും മെമ്പർമാർ സ്വയം ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ വാർഡുകളിലും ആ വാർഡുകളിലെ റോഡുകൾ താഴ്ത്തി പൈപ്പിടുന്ന ജോലികളും വീടുകളിലേക്ക് കണക്ഷൻ നൽകുന്ന ജോലികളും പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതിന്റെ അവലോകന യോഗവും പതിവായി നടത്തുകയുണ്ടായി. പലപ്പോഴും ഈ പദ്ധതിയുടെ തുടർന്നുള്ള പോക്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട PWD റോഡ് കിഴക്കേക്കടുക്കല്ലൂർ UC കോളേജ് മുതൽ മുപ്പത്തടം പാതാളത്ത് അവസാനിക്കുന്ന PWD റോഡിൽ പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ആ റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ടായി.
അതോടൊപ്പം തന്നെ ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലടക്കം ആലങ്ങാടും കരുമാലൂരും കോട്ടുവള്ളിയും വരാപ്പുഴയും അടക്കമുള്ള പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. ഇതേ തുടർന്ന് വീണ്ടും ജനങ്ങളുടെ ഒരു പ്രതിഷേധം നമ്മുടെ പഞ്ചായത്തിൽ ഉയരുകയും ബഹുമാനായ മന്ത്രിയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ജല അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും അടക്കമുള്ള ആളുകൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനപ്പെട്ട റോഡിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചത്. അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ പമ്പ് ഹൗസിൽ നിന്ന് വാട്ടർ അതോറിറ്റി പ്ലാന്റിലേക്ക് പൈപ്പ് എത്തിക്കുക എന്നുള്ളത്. ആ പൈപ്പിൽ എത്തിക്കുന്നതിന് നിലവിലുള്ള 330 പൈപ്പ് പോകുന്നത് ഒരെണ്ണം മാറ്റിവെച്ചുകൊണ്ട് 600 mm പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസമാണ് ഇവിടെ ഈ രീതിയിൽ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ഓണത്തിന് ഒരു ചർച്ച പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരികയുണ്ടായി. ആ സമയത്ത് നടണമെന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം സെന്റ് ജോൺസ് സ്കൂളുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ചുരുക്കി പറഞ്ഞാൽ മതിയോ? അത്ര പറഞ്ഞു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പദ്ധതിയുമായി സ്വീകരിച്ച നടപടികളാണ് ഇവിടെ വിശദീകരിച്ചത്. ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് കഴിഞ്ഞ ഓണ വെക്കേഷൻ അവധി സമയത്ത് ഈ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നത് പഞ്ചായത്തിൽ ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അടക്കമുള്ളവരോടും കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. നമുക്ക് സംഭവിച്ചത് കേരള സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം കേരള സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തേണ്ട സമയബന്ധിതമായി വകയിരുത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അതുമൂലം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാവേണ്ട തുക ഈ പദ്ധതിക്ക് ലഭ്യമാവാതും ഈ പദ്ധതിയുടെ പ്രതിസന്ധിക്ക് കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്ന് കഴിഞ്ഞ ഇവിടെ സ്വാഗത പ്രാസിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഡിസംബർ 2024 ഡിസംബർ മാസം ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം. ഈ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഈ നിർദ്ദേശം ഞാൻ പറയട്ടെ, അതാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ പഞ്ചായത്ത് ഏലൂക്കര കഴിഞ്ഞിരിക്കുന്ന റോഡിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ റോഡിന്റെ കാര്യം ഉണ്ടാവുന്നത്. ഇവിടെ ഈ നാട്ടുകാരാണ് ഇവിടെ ഉള്ളതും, പുറത്തുനിന്ന് ഒരാളും ഇല്ല ഇവിടെ. അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലെ പഞ്ചായത്ത് അംഗങ്ങളും എല്ലാവരും കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കാണുകയും ചർച്ച നടത്തുകയും ഉണ്ടായി. ബഹുമാനായ മന്ത്രി തിരുവനന്തപുരത്ത് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പ്രകാരം വളരെ അടുത്ത ദിവസം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ വിവരം നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വിതരണം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഈ ഉപരോധ സമരത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി SDP കളമശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി യാദവ് ക്ഷണിച്ചു.
ഈ ഉപരോധ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ അധ്യക്ഷൻ ഈ വാർഡ് മെമ്പറുമായ ബാബു, ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, ഇതിന് നേതൃത്വം കൊടുത്ത വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, എൻ്റെ കൊച്ചു സുഹൃത്തുക്കൾ, എല്ലാവർക്കും ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ കടുങ്ങല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മുപ്പത്തടം ഏലൂക്കര റോഡ്. പോലീസ് സ്റ്റേഷനും കടുങ്ങല്ലൂർ പഞ്ചായത്തും ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് സ്കൂളുകളും മദ്രസകളും, ഈ റോഡ് ചെന്നവസാനിക്കുന്നത് ആലുവ ടൗണിലേക്കുമാണ്. ഇതിലൂടെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു, വാഹനം വാങ്ങിക്കുമ്പോൾ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു, റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മൾ നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ റോഡിലൂടെ നമുക്ക് സമാധാനത്തോടു കൂടി യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്നതിൽ മുഴുവൻ ജനപ്രതിനിധികളും പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു പദ്ധതിയുടെയും തറക്കല്ലിട്ടുകൊണ്ടുള്ള ഉദ്ഘാടനങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഈ ജലജീവൻ പദ്ധതിയുമായി ഉദ്ഘാടനം കുഞ്ഞിനിക്കരയിൽ തുടങ്ങിയപ്പോൾ അന്ന് മന്ത്രി പറഞ്ഞത്, പി രാജീവ് മന്ത്രി പറഞ്ഞത്, ഇത് 1 വർഷത്തിനുള്ളിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി കൊടുക്കുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞു പോയത്. പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 20-ൽ കൂടുതൽ വാർഡുകളിൽ ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുഴി നാമാവശേഷമാക്കിയിട്ടിരിക്കുകയാണ്. ഒരു റോഡും സഞ്ചാരയോഗ്യമായി കൊടുത്തിട്ടില്ല. ടെൻഡർ വെച്ചു. ആ ടെൻഡറിൽ ഒരു കോൺട്രാക്ടർമാരും പങ്കെടുക്കാതെ ആ ടെൻഡർ വീണ്ടും റീടെൻഡർ വെച്ചപ്പോൾ ആകെ ഈ കടുങ്ങല്ലൂർ പഞ്ചായത്ത് കുഞ്ഞുണിക്കരയിലെയും ഉളിയന്നൂരിലെയും വാർഡുകൾ മാത്രമാണ് സഞ്ചാര യോഗ്യമാക്കാനായിട്ട് മുൻകൈയെടുത്തത്. അത് ആ സ്ഥലത്തെ വാർഡ് മെമ്പർമാര് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും പോയി ഉപരോധങ്ങൾ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോട് ആ വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ഈ വർക്കും ഈ പെണ്ണായത്. എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ജനങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഈ റോഡ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ജയിപ്പിച്ചു വിട്ട പ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അവർ നമ്മുടെ കുമ്പിളിലേക്ക് എത്തിച്ചു തരുമെന്നുള്ള മിഥ്യാധാരണ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ റോഡ് ഇപ്പോഴും ഈ കോലത്തിൽ കിടക്കുന്നത്. നേരെ മറിച്ച് ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇന്നാണെങ്കിലും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും, കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമായ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സമരം ഉടനെയത് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയിട്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇന്ന് ഇവിടെ പങ്കെടുക്കേണ്ട പല മെമ്പർമാരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. എം എൽ എ പറഞ്ഞതനുസരിച്ചിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടുള്ള CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ നാട് ഈ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മളുടെ കാര്യം വരുമ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഐക്യപ്പെടാനുള്ള ഒരു മനസ്സ് ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ആരെങ്കിലും പിന്നിൽ നിന്ന് കാലുവാരിയിട്ടുണ്ടെങ്കിൽ ആ ജൂതന്മാരെ ഈ ജനത തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. നേരത്തെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞ പോലെ ഇത് ഒരു സൂചന മാത്രമാണ്. ഈ സൂചന നിങ്ങൾ കാണേണ്ടതാണ്. ഇതല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലേക്കും മന്ത്രിമാരെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തിക്കില്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി. അടുത്തതായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് VK ഷാനവാസ്.
സ്നേഹം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ ശ്രീ എം കെ ബാബു, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മുട്ടത്തിൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. അതായത് ഇന്നേക്ക് 32 വർഷം മുമ്പാണ് നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നടപ്പിലായത്. 1993-ൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അധികാരം കൈമാറിയിട്ട് 32 വർഷം. പദ്ധതികൾ കേന്ദ്രതലത്തിൽ ഉദ്യോഗസ്ഥന്മാർ ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന ആ സമീപനം മാറ്റി നമുക്ക് തന്നെ നമ്മുടെ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കുന്നതിനുള്ള അധികാരവും അതിനു വേണ്ടിയിട്ടുള്ള വിഭവവും കൈമാറുന്ന നിയമമാണ് പഞ്ചായത്തി രാജ് നിയമം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകൾ, നിരവധി യാത്രക്കാർ, വാഹനങ്ങൾ, കുട്ടികൾ ഒക്കെ യാത്ര ചെയ്യുന്ന 2 റോഡുകളാണ് പഞ്ചായത്ത് ഇലഞ്ഞിച്ചോട് റോഡ്, അതുപോലെ മില്ലുപടി പാനായിക്കുളം റോഡ്. ദൗർഭാഗ്യവശാൽ ഈ 2 പ്രധാനപ്പെട്ട റോഡിന്റെയും സ്ഥിതി അതീവ ഗുരുതരമാണ്. ഞാൻ പലപ്പോഴും EMJ ഹാളിൽ കല്യാണത്തിന് പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ കുറെ കാലമായി ചില കല്യാണത്തിൽ പങ്കെടുക്കാറില്ല. വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കല്യാണത്തിൽ പങ്കെടുക്കാറില്ല. ചിലപ്പോൾ വരികയാണെങ്കിൽ കിഴക്കേക്കടുങ്ങല്ലൂർ വഴി വന്ന് വണ്ടി ഇവിടെ വെച്ച് നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഗുരുതരമായ ഒരു സ്ഥിതി നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പദ്ധതികളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കണമെന്നാണ്. ഏത് പദ്ധതിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് ആ പദ്ധതിക്ക് മുൻഗണന കൊടുക്കണം. മുൻഗണനാക്രമം നിശ്ചയിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വന്ന ആസൂത്രണമില്ലായ്മയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം. മുൻഗണനാക്രമം എന്ന് നിശ്ചയിച്ചതിൽ പിഴവ് പറ്റി എന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു. ജലജീവൻ മിഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ ഇത് തകിടം മറിഞ്ഞ നിലയിലാണ്. നാം പത്രത്തിൽ നിരന്തരമായി വായിക്കുന്നു, ജലജീവൻ മിഷന്റെ കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല. നമ്മൾ കുടിവെള്ളം കൊണ്ടുപോകുന്നതിനെതിരല്ല. കുടിവെള്ളം നമുക്ക് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒന്നാണ്. വഴിയേക്കാൾ പ്രാധാന്യമാണ് കുടിവെള്ളത്തിന്. കുടിവെള്ളം കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതുമായി സഹകരിച്ചവരാണ്. കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ച് ഈ കാലം വരെ നാം നോക്കിയിരുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനപ്രതിനിധികൾ, ഈ റോഡിന്റെ ഇരുവശത്തുമായി 5 ജനപ്രതിനിധികളുണ്ട്. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ബാബു മാത്രമാണ് എത്തിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഈ ജനങ്ങളോട് ഉത്തരവാദിത്വമില്ല എന്ന് അതിൽ നിന്ന് ഇപ്പൊ തന്നെ വ്യക്തമായി. അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്താണ് അതിൽ തീരുമാനമെന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ ആ ജനപ്രതിനിധികൾ കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ ഇതിനുവേണ്ടി സമരം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ മുമ്പിൽ നിൽക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും ഈ പദ്ധതിക്ക് ഇന്നലെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം വാട്ടർ അതോറിറ്റിയുടെ MD-യും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മന്ത്രിയുമായി യോഗം ചേർന്നു എന്ന് പറയുന്നതല്ലാതെ ആ യോഗത്തിലെടുത്ത തീരുമാനം, എവിടെ നിന്ന് ഫണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടണമെങ്കിൽ അതിന് ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം വേണം, മന്ത്രിസഭയുടെ അംഗീകാരം വേണം. അങ്ങനെയൊന്നും ഉള്ളതായി നമുക്കറിവില്ല. പിന്നെ മന്ത്രിയുടെ പ്രാഥമിക വികസന ഫണ്ടിൽ നിന്നാണോ പണം എന്ന് ചില ഊഹാപോഹങ്ങളിലൂടെ കേട്ടു. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളത്, അതിനും നടപടിക്രമങ്ങളുണ്ട്. ഓടിച്ചെന്ന് മന്ത്രിയുടെ മേശവലപ്പിൽ നിന്ന് പണമെടുത്ത് ഈ പണം കൊണ്ടുപോയി റോഡ് ചെയ്യാൻ പറയൂ എന്ന സ്ഥിതിയല്ല നമ്മുടെ നാട്ടിൽ. ഫണ്ട് അനുവദിക്കുന്നതിനും അതിന് ചെലവഴിക്കുന്നതിനും വ്യക്തമായ നടപടിക്രമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കുമ്പോൾ ഇനിയും ഇത് വൈകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൈകാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ റോഡിലൂടെ ഇത്ര കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സമരം ഇതിവിടെ പറഞ്ഞതുപോലെ ഒരു സൂചനാ സമരമായി ഈ സമരം അവസാനിക്കാതെ ഈ സമരം ലൈവായി നിർത്തിയാൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ.
പ്രത്യേകിച്ച് മഴ തുടങ്ങാൻ സമയമായി. മഴ തുടങ്ങിയാൽ പിന്നെ ഈ റോഡിന്റെ പണി നടക്കുന്ന പ്രശ്നം നിൽക്കുന്നില്ല. അവിടെ അതിലൂടെ ഇനി പൊടി മാറി ചെളിയായി മാറിയാണ്, അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ ഈ സമരം, തുടർച്ചയായ സമരം ഈ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. പല ആളുകളും പല ഭാഗത്തു നിന്ന് എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയുന്നത് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന ദുഷ്ടലാക്ക് കൂടി പ്രദേശവാസികൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴി യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള ഏത് സമരത്തിനും, വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്, ഏതറ്റം വരെ പോകുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉപാധിയില്ലാത്ത പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സമരം നടന്നതായി ഇത്രക്കാലത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഉടനടി റോഡിന്റെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായിട്ട് മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗം ടി ഷാജഹാൻ പ്രൊഡക്ഷൻ. ബഹുമാന്യനായ അധ്യക്ഷൻ, ശ്രീ മുട്ടത്തിൽ, ശ്രീ കെ ഷാനവാസ്, ശ്രീ നൗഷാദ്, ശ്രീ ഡോക്ടർ അബ്ദുൽ ഖാദർ, മറ്റു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മുപ്പത്തടം മേലൂക്കര റോഡിൻ്റെ ശോചനീയ അവസ്ഥ നമ്മളെല്ലാവരും ഒരുപാട് അനുഭവിച്ചവരാണ്. മേലൂക്കര ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ, കൃഷി ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെ സ്കൂളുകൾ, മദ്രസകൾ ഇവ പ്രവർത്തിക്കുന്ന ഒരു സുപ്രധാന ഏരിയയാണ് ഈ എലഞ്ഞിച്ചൂട് മുതൽ കടുങ്ങല്ലൂർ പഞ്ചായത്ത് ജംഗ്ഷൻ വരെയുള്ള സ്ഥലം. ഈ സ്ഥലത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ പോലും എനിക്ക് തോന്നുന്ന ഡെഡ് ബോഡി പോലും പ്രാഗിയിട്ടാണ് ഇവിടുന്ന് പോവുകയുള്ളൂ. കാരണം അത്ര ശോചനീയമായ അവസ്ഥയിലാണ് ഒരാൾ ഡെഡ് ബോഡിയെ, ഒരു മയ്യത്തിനെ പള്ളിയിലേക്ക് ഖബറടക്കാൻ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ അവസ്ഥ വളരെ പരിതാപകരമാണ്. മഴ പെയ്താൽ ചെളിയായിട്ട് വണ്ടി താഴുകയും അതുപോലെ തന്നെ അതിൽ ഉരുണ്ട് വീണ് പലവർക്കും അപകടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്ര പദ്ധതികൾ നടക്കുമ്പോൾ പഞ്ചായത്ത് തന്നെ നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി ഈ കാര്യങ്ങൾ പൈപ്പിടുമ്പോൾ പൈപ്പിട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഒരു അവയർനെസ് നടത്തി, അവരുടെ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് പ്രോഗ്രാം നടത്തി തീർക്കേണ്ട പദ്ധതി ഇത്രയും വൈകിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്തിൻ്റെയും കൂടി അനാസ്ഥ. അധികാരികൾ വെട്ടിക്കേറിയ ഏലൂക്കര റോഡ് പുനർനിർമ്മിക്കാൻ കഴിവില്ലാത്ത അധികാരികളെ രാജിവെച്ച് പുറത്തു പോകൂ, സൂചനയാണിത്, സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, കോലം മാറും. അധികാരികളെ ഓർത്തോളൂ. ഇൻക്ലാബ് സിന്ദാബാദ്. മുപ്പത്തടം ഏലൂക്കര റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ ഏലൂക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പമ്പ് ഹൗസ് ഉപയോഗിച്ച വിരോധ മാർച്ചാണ് ഇവിടെ നടന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടുന്നത്. കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു റോഡാണ് ഏലൂക്കര മുപ്പത്തടം റോഡ്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസ്
വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, പോലീസ് സ്റ്റേഷൻ, മേഘാലയ മസ്ജിദ്, മദ്രസ, സെൻറ്റ് ജോൺസ് സ്കൂള്, ഏലൂക്കര തെക്കേപ്പള്ളി ഏലൂക്കര തെക്കേപ്പള്ളി മസ്ജിദ്, മദ്രസ, ഖബർസ്ഥാൻ, അതുപോലെ തന്നെ PMJ ഓഡിറ്റോറിയം അടക്കമുള്ള ഒരു 1000 സ്ഥാപനങ്ങളുള്ള 10,000-കണക്കിന് ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു കടങ്ങല്ലൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് ഏലൂക്കര മുപ്പത്തം റോഡ്. ഏലൂക്കര മുപ്പത്തം റോഡ് എത്രയും പെട്ടെന്ന് വളരെ അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ജനകീയ കൂട്ടായ്മ വരും നാളുകളിൽ സമരവുമായി മുന്നോട്ട് പോകും. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നത് വരെ സമരരംഗത്തുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി പ്രത്യേകം അറിയിച്ചുകൊണ്ട്